എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾ നിലവിൽ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ സ്പോർട്സ് കോട്ടയിലേക്ക് പ്രവേശനത്തിനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയിലേക്കുള്ള അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷനും അതിനുശേഷമുള്ള കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേഷനും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 29-ാം തീയതിക്കകം ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മെയ് 29-ാം തീയതി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഏത് തരത്തിൽ ആയാലും നിങ്ങൾ ഏതെങ്കിലും സ്പോർട്സ് ഇനത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്, അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ എന്തെങ്കിലും ഇനത്തിൽ കായിക നേട്ടങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതും അതിനുശേഷം എങ്ങനെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാം എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്, അത് ജില്ലാതലത്തിലോ സബ് ജില്ലാ തലത്തിലോ ഏത് തലത്തിൽ ആയിരുന്നാലും നിങ്ങൾക്ക് സ്പോർട്സ് ഇനത്തിൽ ഏത് തരത്തിലുള്ള അംഗീകാരമാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾ എടുത്തു വെക്കുക, അതായത് ആ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു അപേക്ഷയുടെ സ്റ്റെപ്പുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യം സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാം. ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഫിൽ രജിസ്ട്രേഷൻ ഫോം എന്നുള്ളത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പൂരിപ്പിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാര്യമാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസുകളൊക്കെ നൽകുക. ആദ്യം ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതും പിന്നീട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഫോം അന്തിമമായിട്ട് സമർപ്പിക്കുക എന്നുള്ളതും അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്ലിപ്പിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളതുമാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഡോക്യുമെൻറ്റുകളും, അതായത് നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും സ്പോർട്സിൽ ലഭിച്ചിട്ടുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നൽകിയ ശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടും നിങ്ങൾ സ്പോർട്സിൻ്റെ ജില്ലാ കൗൺസിൽ ഓഫീസിൽ ഹാജരാക്കിക്കൊണ്ട് അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സ്കോർ കാർഡ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പേജിൽ തന്നെ ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലിൻ്റെ കോൺടാക്റ്റ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു PDF ഡൗൺലോഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു PDF നിങ്ങളുടെ ആ ഒരു ജില്ലയിലെ എല്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൻ്റെയും നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു നമ്പർ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് എവിടെയാണ് ഈ ഒരു സ്പോർട്സ് കൗൺസിൽ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്, അതായത് ഇവിടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിക്കില്ല, കാരണം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൗ ടു രജിസ്റ്റർ എന്നുള്ള ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡായിട്ട് വരുന്നതായിരിക്കും. ഇവിടെ ഈ ഒരു PDF നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എങ്ങനെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ രജിസ്റ്റർ നൗ എന്നുള്ളതെടുത്ത് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ വർഷം മാസം സ്കീം എന്നിവ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജാണ്, അതായത് ഇതുപോലെ ഒരു ഭാഗം കാണാൻ സാധിക്കും. അതായത് യു ആർ നോട്ട് എ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്, നിങ്ങൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജാണ് കാണാൻ സാധിക്കുക. ഇവിടെ സ്റ്റാർ എന്നുള്ള നൽകിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ നൽകിയിരിക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് എഴുതുക, അതുപോലെ നിങ്ങളുടെ ലിംഗം ഏതാണ്, അതായത് മെയിലാണോ ഫീമെയിലാണോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ള കാര്യമാണ് അവിടെ ചോദിക്കുക. അത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ മെയിലാണെങ്കിൽ മെയിൽ, അതായത് ആൺകുട്ടിയാണെങ്കിൽ മെയിൽ എന്നും പെൺകുട്ടിയാണെങ്കിൽ ഫീമെയിൽ എന്നാണ് രേഖപ്പെടുത്തേണ്ടത്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാകും. അതുപോലെ തന്നെ നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് നൽകാനായിട്ടും ശ്രദ്ധിക്കുക, തെറ്റിപ്പോകരുത്. തെറ്റിയാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ലാൻഡ് ലൈൻ ഫോൺ ഉണ്ടെങ്കിൽ, അതായത് STD കോഡ് സഹിതം ആ ഒരു ഫോൺ നമ്പർ കൊടുക്കുക. അത് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് കൊടുക്കേണ്ടതില്ല. അപ്പോൾ മൊബൈൽ നമ്പർ എല്ലാവരുടെ കയ്യിലും ഉള്ളതാണ്. അപ്പോൾ ആ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അത് നിർബന്ധമല്ല. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അഡ്രസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങൾ അവിടെ മേൽവിലാസമാണ് നൽകേണ്ടത്. ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങളുടെ പേര് കൂടി ജസ്റ്റ് കൊടുക്കാനായിട്ട് പറ്റുമെങ്കിൽ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പിൻകോഡ്, അതായത് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൻ്റെ പിൻകോഡാണ് അവിടെ നൽകേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ജില്ല ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും നൽകിയ ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സബ്മിറ്റ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് ഇതുപോലൊരു പേജാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ
എന്താണ് കായിക നേട്ടം എന്നുള്ള കാര്യം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഏത് വിഭാഗത്തിലാണ്, അതുപോലെ തന്നെ ഏത് ഇനത്തിലാണ്, അതുപോലെ ഏത് മാസമാണ് നിങ്ങൾക്ക് അതിൽ ആ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, ഏത് വർഷത്തിലാണ്, അതുപോലെ അതിൽ നിങ്ങൾക്ക് എത്രാം സ്ഥാനമാണ്, ഇത് പുതിയൊരു റെക്കോർഡാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആണെങ്കിൽ യെസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും നൽകിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇനിയും അതായത് ഇവിടെ സേവ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതായത് ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഇത്രയും ഡീറ്റെയിൽസ് നൽകിയ ശേഷം നിങ്ങൾ ആഡ് മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിൽ ഇതേ രീതിയിൽ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആഡ് മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അച്ചീവ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നൽകിയ ശേഷം നിങ്ങൾക്ക് ഇവിടെ അച്ചീവ്മെൻറ്റ് ലിസ്റ്റ് മുകളിലായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ എന്തൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിലേതെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കേണ്ടതില്ല. അതായത് എല്ലാ സർട്ടിഫിക്കറ്റും ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക്, അതായത് അതിൻ്റെ ആ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫൈനൽ സബ്മിഷൻ കൊടുക്കാം. അല്ലെങ്കിൽ ഫൈനൽ സബ്മിഷൻ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അതായത് 29-ാം തീയതിക്ക് മുൻപായിട്ട് എഡിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വീണ്ടും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് പെർമിറ്റ് എഡിറ്റ് ലേറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈനൽ സബ്മിഷൻ ചെയ്യുക. അപ്പോൾ ഫൈനൽ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ്, അതായത് സബ്മിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സേവ് ടു പെർമിറ്റ് എഡിറ്റ് ലേറ്റർ എന്നുള്ള ബട്ടണാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 29-ാം തീയതിക്കകം നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റുകൾ വരുത്തണമെങ്കിൽ എഡിറ്റ് വരുത്താവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നേരത്തെ സെലക്ട് ചെയ്തതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സായ വർഷം, മാസം, അതുപോലെ ഏത് സ്കീമാണെന്നുള്ളത് നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു പേജ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് ഇവിടെ നിങ്ങളോട് സ്പോർട്സ് രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും നൽകി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു സ്പോർട്സ് രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ ജനനത്തീയതിയും നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ നിങ്ങൾ നേരത്തെ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകി ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അതായത് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് അതൊരു പേപ്പറിലോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ എടുത്ത് വെക്കേണ്ടതാണ്. കാരണം ആ ഒരു നമ്പർ നിങ്ങൾക്ക് ആവശ്യമാണ്, രജിസ്ട്രേഷൻ നമ്പർ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ നിങ്ങളുടെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോവുകയും, അതായത് നിങ്ങളുടെ ഈ ഒരു അപേക്ഷ നൽകിയപ്പോൾ ലഭിക്കുന്ന ആ ഒരു പ്രിൻ്റ് ഔട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ അതായത് ഈ ഒരു ഓൺലൈനായിട്ട് അപേക്ഷ നൽകിയപ്പോൾ കിട്ടുന്ന പ്രിൻ്റ് ഔട്ടും, അതുപോലെ തന്നെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് സർട്ടിഫിക്കറ്റുകളും എടുത്തുകൊണ്ട് നിങ്ങളുടെ ജില്ലയിലെ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോവുകയാണ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് സ്പോർട്സിൽ എന്തൊക്കെ ഐറ്റങ്ങൾക്കാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത്, സ്ഥാനം ലഭിച്ചിട്ടുള്ളത്, അതിൻ്റെ ഒക്കെ ഒറിജിനൽ ഡോക്യുമെൻ്റ് എടുത്ത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പോവുക. അവിടെ നിന്ന് നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ വെരിഫിക്കേഷൻ ചെയ്ത് നിങ്ങൾക്കൊരു സ്കോർ കാർഡ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ഓൺലൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പേജ് ലോഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതായത് ഈ രജിസ്റ്റർ ഓൺലൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുക. ഇതൊക്കെ നൽകിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നൽകുന്ന സമയത്ത് നിങ്ങൾ ഇതൊന്നും തെറ്റിപ്പോകരുത്. അക്കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. കാരണം തെറ്റിയാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രിൻ്റ് രജിസ്ട്രേഷൻ സ്ലിപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനായിട്ട് നിങ്ങളുടെ സ്കീം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷ നൽകിയ സ്കീം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ SSLC രജിസ്റ്റർ നമ്പർ, ഏത് മാസമാണ് ഏത് വർഷമാണ് പാസ്സായത്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകി സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ, അതായത് നിങ്ങൾക്ക് ഈ ഒരു സ്കോർ കാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു അതായത് hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. ഇവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പോർട്സ് രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സ്പോർട്സ് രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ നൽകിയ ശേഷം നിങ്ങൾ ഈ ഒരു സ്കീം, അതുപോലെ തന്നെ 10ാം ക്ലാസ് രജിസ്ട്രേഷൻ നമ്പർ, ഏത് മാസമാണ് പാസ്സായത്, ഏത് വർഷമാണ് പാസ്സായിട്ടുള്ളത്, അതുപോലുള്ള ഡീറ്റെയിൽസും, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ,
എന്നിവയൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. മൊബൈൽ നമ്പർ നിങ്ങളുടെ രക്ഷിതാവിൻ്റെയോ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് OTP നൽകുന്നതിനായിട്ട് സെൻഡ് OTP എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ വരുന്ന OTP ആ ഒരു പിന്നീട് വരുന്ന പേജിൽ നൽകുക. അത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അതായത് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിൽ നിന്നും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പുതുതായിട്ടുള്ള പാസ്വേഡ് ഏതാണോ ആ ഒരു പാസ്വേഡ് നൽകുക. ഈ ഒരു പാസ്വേഡ് സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ ആ ഒരു പാസ്വേഡ് എന്താണെന്നുള്ളത് നൽകുക. അതിനുശേഷം അപ്ഡേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീൻഷോട്ട് ആ ഒരു സമയത്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം പിന്നീട് മറന്നുപോയാൽ ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ റിക്കവർ ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുക. അതുപോലെ തന്നെ ഒരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് ആ നമ്പർ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പിന്നീട് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ അടുത്ത പേജിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനായിട്ട് പോകുന്ന പേജിൽ അതായത് സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ പേജിൽ നിങ്ങളുടെ യൂസർ നെയിം അതുപോലെ തന്നെ യൂസർ നെയിം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പറാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് വീണ്ടും നൽകുക. അതിനുശേഷം നിങ്ങൾ ഏത് ജില്ലയിലേക്കായിരുന്നു അപേക്ഷിച്ചത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിലേക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വരുന്ന പേജിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അത് കറക്റ്റായിട്ട് നിങ്ങൾ പൂരിപ്പിക്കുക. പൂരിപ്പിച്ച് നിങ്ങൾ ഈ ഒരു രീതിയിൽ സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ SLCയുടെ മാർക്ക് ഡീറ്റെയിൽസും അതുപോലെ മറ്റ് ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നൽകി എവിടെയും തെറ്റില്ല എന്നുള്ളത് അതുപോലെ നിങ്ങളുടെ കാറ്റഗറി അതുപോലെ കാസ്റ്റ് റിലീജിയൻ അതുപോലെ ഇമെയിൽ ID മൊബൈൽ നമ്പർ ഇതൊന്നും തെറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ ഉറപ്പുവരുത്തുക. അപ്പോൾ ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു എല്ലാ ഡീറ്റെയിൽസും കറക്റ്റാണെന്നുള്ളത് നോക്കി അവസാനം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ പേജ് കാണാൻ സാധിക്കും. ഒരു പച്ച കളറിലാണ് ആ ഒരു പേജ് കാണാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾ നൽകിയ എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ നൽകിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കറക്റ്റായിട്ട് ഒരു 2 തവണയെങ്കിലും വായിച്ച് നോക്കുക. കാരണം ഒരു തവണ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തന്നെ ശ്രദ്ധയിൽപ്പെടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 തവണ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു തെറ്റുമില്ല, നിങ്ങളുടെ കാറ്റഗറിയും അതുപോലെ കാസ്റ്റ് എല്ലാം കറക്റ്റാണ്, അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റാണ് എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ പേരിൻ്റെ സ്പെല്ലിംഗ് അടക്കം നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ രക്ഷിതാവിൻ്റെ പേര് അതുപോലെ മാതാവിൻ്റെ പേര് അതുപോലെ എന്നിങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്ത് ഒരു ഡീറ്റെയിൽസിലും തെറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാനുള്ള ഭാഗവും ഇതിൽ തന്നെയാണുള്ളത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസും നിങ്ങൾക്ക് വേണ്ട എല്ലാ സ്കൂളുകളിലേക്കും നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, എല്ലാ കോഴ്സിലേക്കും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. കാരണം ഈ ഒരു സ്പോർട്സ് കോട്ടയിൽ ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ട് എന്ന് കരുതി, അതായത് സ്പോർട്സ് കോട്ടയിൽ ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ട് എന്ന് കരുതി നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് അതായത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുമെന്ന് കരുതി പ്രത്യേകിച്ച് തെറ്റുകളൊന്നും വരുത്തരുത്. കാരണം സ്പോർട്സ് കോട്ടയിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും എഡിറ്റുകൾ വരുത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലും എഡിറ്റുകൾ ഒന്നും ഇല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്, എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവസാനം ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. ഫൈനൽ സബ്മിറ്റേഷന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് എല്ലാ സ്കൂളുകളിലേക്കും ഓപ്ഷൻ നൽകിയെന്നുള്ള കാര്യം, നിങ്ങൾക്ക് വേണ്ട എല്ലാ സ്കൂളുകളിലും എല്ലാ കോഴ്സുകളിലേക്കും നിങ്ങൾ ഓപ്ഷൻ നൽകിയെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ആദ്യം നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് സയൻസിന് അതായത് ബയോളജി സയൻസിന് എല്ലാ സ്കൂളിലും കൊടുക്കുക. നിങ്ങളുടെ താല്പര്യമനുസരിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു കോമൺ ആയിട്ട് സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഏത് കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ബയോളജി സയൻസ് എല്ലാ സ്കൂളിലും കൊടുക്കുക. അതിനുശേഷം പിന്നീട് കമ്പ്യൂട്ടർ സയൻസ്, അതിനുശേഷം പിന്നീട് കൊമേഴ്സ്, അതിനുശേഷം പിന്നീട് ഹ്യൂമാനിറ്റീസ്. ഈ ഒരു രീതിയിൽ എല്ലാ സ്കൂളുകളും ആദ്യം സയൻസ് കൊടുത്ത ശേഷം മാത്രം എല്ലാ സ്കൂളിലും കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ആദ്യം എല്ലാ സ്കൂളിലും സയൻസ്, പിന്നീട് കമ്പ്യൂട്ടർ സയൻസ്, പിന്നീട് കൊമേഴ്സ്, പിന്നീട് ഹ്യൂമാനിറ്റീസ് വേണമെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പോയിട്ട് വരാൻ സാധിക്കുന്ന സ്കൂളുകളിൽ ഓപ്ഷനായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്ന മുമ്പ് ഈ ഒരു പ്രിവ്യൂ പേജിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൂടി, അതുപോലെ അപേക്ഷയിലെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റാണ് എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തിയ ശേഷം ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂൺ 5-ാം തീയതിയാണ് വരിക. ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അപേക്ഷയിൽ തെറ്റുകളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഫൈനൽ സബ്മിഷൻ ചെയ്യാവൂ. അങ്ങനെ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ജൂൺ 5-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനോ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് സ്പോർട്സ് കോട്ടയിലും അതുപോലെ തന്നെ മെറിറ്റ് കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കോട്ടയിലാണ് അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ളത് അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.